പബ്ലിക് സർവീസിൻ്റെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, അതിൻ്റെ അതേപോലെ തന്നെ നമ്മളുടെ റോഷി അഗസ്റ്റിൻ, രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയണം. പിന്നെ നമ്മുടെ തൃശ്ശൂർ മേയർ, കോർപ്പറേഷൻ എല്ലാവരോടും കൂടിയിട്ട് ഒരു കാര്യം പറയാണ്ട്. ഈ നടപ്പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വർഷമായിട്ട് തകർന്ന് കിടക്കുകയാണ്. ഈ തകർന്ന് കിടക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? വാട്ടർ ലീക്കേജ്. വെള്ളം 8 വർഷമായിട്ട് ലീക്കായിരുന്നു, കണ്ടില്ലേ? ഇതിപ്പോൾ വേസ്റ്റ് ബിന്നാണ്. അതായത് ശുദ്ധജലം പോലും അശുദ്ധമാക്കുന്ന രീതിയിൽ, ശുദ്ധജലം പോലും മലിനമാക്കുന്ന രീതിയിൽ ഇതിപ്പോൾ വേസ്റ്റ് ബിന്നാണ്. ഇത് പൊളിച്ചിട്ട് കഴിഞ്ഞ് ഇവിടെ ചെടികളടക്കം മുടച്ചു. ഓണാണെന്നുണ്ടെങ്കിൽ കാശിത്തുമ്പ് തൊട്ടിട്ട് എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് തന്നെ പറിച്ച് കൊണ്ടുപോവാം. അതുപോലെ ആയിട്ടുണ്ട്. നടപ്പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയിൽ കൂടുതൽ 3/4 ഭാഗം തകർന്ന് എടുക്കുകയാണ്. ഇത് നമ്മൾ 5 പ്രാവശ്യത്തോളം കംപ്ലൈൻറ്റ് ചെയ്തിട്ട് 6ാമത്തെ പ്രാവശ്യമാണ് നമ്മളോട് പറയുന്നത്. അതായത് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഈ പറയുന്ന ആൾക്കാർ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇത് പണിയാതെ ഇട്ടിരിക്കുകയാണെന്നുള്ളത്. അതിന് ശേഷം നമ്മളതിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അതിന് ശേഷം ചെക്കിറ്റ് സാറെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇട്ടിട്ടും ഇപ്പോഴും ഈ പണി തീർത്തിട്ടില്ല. ഇപ്പോഴും ഇതേപോലെ തന്നെ വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് 1500 കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം, എന്താ പറയുക, 1 മാസം ഉപയോഗിക്കാവുന്ന വെള്ളം. 1500 കുടുംബങ്ങൾക്ക് 1 മാസം ഉപയോഗിക്കാവുന്ന വെള്ളം 1 ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഓക്കെ, ഇപ്പോൾ ഇത് അളവ് കുറച്ചു എന്നല്ലാതെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. വേസ്റ്റ് ബിന്നായിക്കൊണ്ടിരിക്കുകയാണ്, വേസ്റ്റ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരതിലേക്ക്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആ ലീക്കാവുന്ന വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ സപ്ലൈ ആവുന്ന വെള്ളത്തിലും മലിനമായിട്ട് ജനങ്ങളിലേക്ക് എത്താണ് ചെയ്യുന്നത്. അപ്പോൾ റോഷി അഗസ്റ്റിൻ താങ്കളുടെ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്യും. അതിൽ വർക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാരെ പിടിച്ച് പുറത്താക്കും, വർക്ക് ചെയ്യാത്ത ആൾക്കാരെ പിടിച്ച് പുറത്താക്കും. അതേപോലെ തന്നെ മുഹമ്മദ് റിയാസ്, താങ്കളുടെ പബ്ലിക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം തകർന്ന് കിടക്കുകയാണ്. താങ്കൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. 8 വർഷമായത്. അതേപോലെ തന്നെ തൃശ്ശൂരിൻ്റെ മേയർ, താങ്കൾക്കൊക്കെ എന്താണ് അവിടെ പണി? എന്തെങ്കിലും പണിയെടുക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പണിയുണ്ട്, മനസ്സിലായോ? ആ പണി 8 വർഷമായിട്ട് ഇതുപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങളെ ചൂഷണം ചെയ്യാതെ പ്രോപ്പറായിട്ട് ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നല്ല രീതിയിൽ. അല്ലാതെ 8 വർഷത്തോളമായിട്ട് ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ബൈ.